നേപ്പാളിൽ പ്രക്ഷോഭമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു താൽക്കാലിക പ്രധാനമന്ത്രി, ഇടക്കാല പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ സുശീല കർക്കി വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അവിടുത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എന്താ പറയുക, ജനാധിപത്യം വന്നിട്ട് 10-15 വർഷമേ ആയിട്ടുള്ളൂ. 2008 മറ്റുമാണ് അവിടെ ജനാധിപത്യം വരുന്നത്. ഈ 15 വർഷത്തിനിടയിൽ 15ഓളം പ്രധാനമന്ത്രികൾ മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ജനങ്ങൾക്ക് ഇപ്പോൾ ജനാധിപത്യത്തിനോട് ഒരു വിശ്വാസമില്ലായ്മയുണ്ട്. പലരും ഈ 1/3 ആൾക്കാർ അവിടെ പറയുന്നുണ്ട് രാജഭരണത്തിലേക്ക് തിരിച്ചു പോകണം നേപ്പാൾ എന്നൊക്കെ പറയുന്നുണ്ട്. 2007 വരെ ഇവിടെ രാജഭരണമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു എന്താ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അരാജകത്വം നിലനിൽക്കുന്ന രാജ്യം നമ്മുടെ ബോർഡറിലുണ്ട്. ഇവിടെയൊക്കെയാണ് ഈ പുതിയ പ്രധാനമന്ത്രി വരുന്നത്, സുശീല കർക്കി. ഇത് നമുക്ക് എത്രത്തോളം എന്താണ് നമ്മൾ എത്രത്തോളം ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ടതാണ്? ഇന്ത്യക്ക് വളരെയധികം ബന്ധമുള്ള, ഏതാണ്ട് ഇന്ത്യയും അതേപോലെ തന്നെ നേപ്പാളും എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് രാഷ്ട്രം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതുവരെ പരിഗണിക്കപ്പെട്ടു പോകുന്നത്. കാരണം നമുക്ക് ഇന്ത്യക്കാർക്ക് നേപ്പാളിൽ പോകുന്നതിന് പാസ്പോർട്ട് ആവശ്യമില്ല, നേപ്പാളികൾക്ക് ഇന്ത്യയിൽ വരുന്നതിനും പാസ്പോർട്ട് ആവശ്യമില്ല. അതിർത്തിയുണ്ട്, അവിടെ ചില പരിശോധനകളൊക്കെ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ പരസ്പരം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ബന്ധമാണ് നേപ്പാളും അതേപോലെ ഇന്ത്യയും തമ്മിൽ ഉള്ളത്. എന്നുവെച്ചാൽ നമ്മളുടെ ഒരു രാഷ്ട്രം പോലെ തന്നെയാണ് നമ്മൾ അതിനെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരും അങ്ങനെ തന്നെയാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കലാപം ഉണ്ടായാൽ, അവിടെ തീ പടർന്നാൽ അത് നമ്മൾക്കും തീ പടരുന്നത് പോലെ തോന്നാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് പെട്ടെന്ന് അവസാനിച്ച ഒരു കാര്യമാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ശാന്തതയിലേക്ക് വരുന്നു. കാരണം അത് വെറുതെ ഒരു ഒരാൾക്കൂട്ടത്തിൻ്റെ പേക്കിനാവ് പോലെ സംഭവിച്ച ഒരു കാര്യം മാത്രമായിട്ട് നമ്മളതിനെ കണക്കാക്കേണ്ടത്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ നിലനിൽക്കുന്ന അസംതൃപ്തിയുടെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ആവശ്യത്തിന് തൊഴിലില്ല, എന്നുവെച്ചാൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അതുപോലെ തന്നെ പട്ടിണിയും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് അവസരങ്ങളില്ലാത്ത ഒരു രാഷ്ട്രമായിട്ട് ആ രാഷ്ട്രം മാറിക്കഴിഞ്ഞത്. ഇതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അത് പരിഹരിക്കപ്പെട്ടാലാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഇല്ലാതാവുക. പിന്നെ രാജഭരണം വേണം എന്ന് ഉള്ള വാദം പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഉയരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രാജഭരണം ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു സുരക്ഷിതത്വവും രാഷ്ട്രീയ സ്ഥിരതയും ഇപ്പോഴത്തെ ജനാധിപത്യ സംവിധാനത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയും. ഇന്ത്യയിലും അത് അങ്ങനെ പറഞ്ഞിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി നമ്മളുടെ ഒരു രാഷ്ട്രമായി മാറിയ സമയത്ത് അന്നത്തെ കാരണന്മാർക്ക് പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഇതിലും നല്ലത് ആ ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് പറയും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും, അതിനപ്പുറത്തൊന്നുമില്ല. രാജഭരണം അവസാനിച്ച് ജനാധിപത്യ ഭരണകൂടത്തിലേക്ക് വരിക എന്ന് പറയുന്നത് പുതിയ ലോകക്രമത്തിൻ്റെ ആവശ്യകതയാണ്. ലോകം മുന്നോട്ട് ചലിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ജനാധിപത്യ പ്രക്രിയയിലേക്കുള്ള പോക്ക്. എന്നാൽ അതോടൊപ്പം തന്നെ ലോകത്ത് പലയിടത്തും ഇപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യ ഏകാധിപത്യത്തിലേക്കുള്ള സഞ്ചാരമായിട്ടും മാറിയിട്ടുണ്ട്. ഭരണകൂടങ്ങളുടെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ ഇപ്പം ഡൊണാൾഡ് ട്രംപ് അതുപോലെ തന്നെ നരേന്ദ്രമോദി പോലും ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്നതായിട്ടുള്ള ഭരണകർത്താക്കളാണ് എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനാധിപത്യ പ്രക്രിയ ശരിയായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയ ആകാതെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇതിൽ നമ്മൾ ഒരു പരിധിവരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചെറിയ പരിക്കൊരു കാലത്തുണ്ടായിരുന്നെങ്കിലും, അതായത് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്നെങ്കിലും വീണ്ടും നമുക്ക് ജനാധിപത്യത്തിലേക്ക് പോകാനാണ്. ജനാധിപത്യത്തിൻ്റെ ശക്തി നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോഴും കഴിയുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്, നമ്മളുടെ പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട്, നമ്മളുടെ അധികാര സംവിധാനങ്ങളിൽ വിശ്വാസമൊക്കെ ഉണ്ട്. അത് നഷ്ടപ്പെട്ടാൽ ഇവിടെയും തീപിടരും. അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ കോൺഗ്രസ് ആസൂത്രണം ചെയ്തത് തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ഈ പറയുന്ന കർഷക ബില്ലിനെതിരെയും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയൊക്കെയുള്ള റാലികൾ. അല്ല, സമരങ്ങളുണ്ടാവുന്നതും ഇതേപോലെ തന്നെ അക്രമം നടത്തുന്നതും ഇതും അങ്ങനെ ഒരു സമാധാനമായ സമരമായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് ഇത് അക്രമ സ്വഭാവം ഇതിന് കൈവരികയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ മാറാമല്ലോ അങ്ങനെ അത്തരത്തിൽ. അല്ല, നമ്മളുടെ ഇവിടെ നടക്കുന്ന ഇപ്പോൾ ആ കലാപങ്ങൾ എന്ന് പറയാൻ പറ്റുന്നവർ ഇപ്പോൾ വർഗീയ കലാപങ്ങളിലൂടെ ഉണ്ടായെന്നുള്ളത് ശരിയാണെങ്കിലും ആ വർഗീയ കലാപത്തിനെ പോലും രാഷ്ട്രീയ അധികാര സംവിധാനത്തിൻ്റെ ഫലമായിട്ട് അടിച്ചമർത്താനായിട്ട് പറ്റുന്നതാണ്.
കലാപങ്ങൾ അങ്ങനെയല്ലേ, ഭരണകൂടം അല്ല, അത് ശക്തമായിട്ട് നേപ്പാളിൽ സാധ്യമാകാത്ത ഒരു പക്ഷേ ഒരു ദുർബലമായ സൈന്യം ഉള്ളത് ആ കൊണ്ടായിരിക്കും. സൈന്യം ദുർബലമാണ്, അവരുടെ ഭരണകൂടം ദുർബലമാണ്, എല്ലാം ദുർബലമാണ്. ജനാധിപത്യ പ്രക്രിയ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ ഫലമായിട്ട് ജനങ്ങളും അതിനനുസരിച്ച് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഇതില് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോഴാണ് തകർന്നടിയുന്നത്. അപ്പം ഈ നമുക്കറിയാം, ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നിട്ടുള്ളതെല്ലാം തന്നെ ഇതുപോലെ അട്ടിമറി, ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം വരിക, അവിടെ അട്ടിമറി, സാർ ചക്രവർത്തിയുടെ മറ്റു കഥകൾ നമ്മൾ റഷ്യയിലാണെങ്കിലും അല്ലെങ്കിൽ പോളണ്ടിലാണെങ്കിലും ഒക്കെ ഇതുപോലെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി, ഇതുപോലെ ഭരണാധികാരെ വലിച്ച് തെരുവിലേക്ക് ഇട്ടിട്ടാണ് അവർ കയറുന്നത്. ഇപ്പോൾ നേപ്പാളിൽ ഇവർക്ക് ഇവരുടെ മരുന്ന് തന്നെ തിരിച്ചു കിട്ടിയതാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, നേപ്പാളില് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, അവിടുത്തെ കോൺഗ്രസ് ഉണ്ട്, മാവോയിസ്റ്റുകളുണ്ട്. ഇവരെല്ലാവരും കൂടി ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉള്ളത്. എന്നുവെച്ചാൽ എല്ലാവരും കൂടി പരസ്പരം സഹകരിച്ച് നടത്തുന്ന ഒരു കച്ചവടമായിട്ട് അവിടുത്തെ ജനാധിപത്യം മാറി. എല്ലാവരും കറക്റ്റാണ്, ഒരു പാർട്ടിയില്ല. പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾ അതിനെതിരാന്ന് വെച്ചാൽ ഇത് വളരെ അഴിമതി നിറഞ്ഞൊരു ഭരണമായിരുന്നു. ഒന്ന്. രണ്ട്, സ്വജനപക്ഷപാതം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കും മക്കൾക്കും മാത്രമാണ് സുഖകരമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റഷ്യയിലായാലും അതേപോലെ തന്നെ പോളണ്ടിലായാലും ഒക്കെ കിഴക്കൻ ജർമ്മനിയിലൊക്കെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുതിയ ക്ലാസ് അവിടെ ഫോം ചെയ്യും. ന്യൂ ക്ലാസ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. രാഷ്ട്രീയ മേധാവിത്വം ഉള്ളതായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, അവരൊക്കെ വലിയ അഴിമതിക്കാരായി തീരുകയും അവരുടെ ഇഷ്ടജനങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ എന്തും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സംവിധാനങ്ങളുണ്ടായി. ഇത്തരത്തിൽ വലിയൊരു നെപ്പോട്ടിസം എന്ന് പറയുന്നത് വരുമ്പോഴാണ് അതിനെതിരെ ജനങ്ങൾക്ക് ഭ്രാന്തുണ്ടായി ജനങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടിച്ചു തകർക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എല്ലാം നശിപ്പിക്കുക, തീയിടുക എന്ന മാത്രം. ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചേ. ശരിക്കും ഇവരോടുള്ള എതിർപ്പാണ്, അവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല, ഇവരെ അടിച്ച് തകർക്കുക എന്നുള്ളത്. അങ്ങനെയാണ് മന്ത്രിമാരെയൊക്കെ വഴിയിലിട്ട് ഓടിച്ചിട്ട് അടിക്കുന്നത്. ജനാധിപത്യത്തിൽ സാധ്യമായ കാര്യങ്ങളാണ്. നമ്മളുടെ മന്ത്രിമാരും കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ഭരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും സമയത്തിന് എന്ത് ചെയ്യാം, ആളുകൾ ഇവരൊക്കെ ഓടിച്ചിട്ട് അടിക്കാൻ. പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അഴിമതിയും പിന്നെ സ്വജനപക്ഷപാതവും, ഇത് കേരളീയർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ ഒരു എപ്പോഴാണ് കേരളത്തിലെ ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ അവർക്ക് ഭ്രാന്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിയുള്ളൂ, മഴയിൽ കിടന്ന്. അല്ല, ഇന്ത്യ പക്ഷേ കുറച്ചും കൂടെ ഒരു സുസ്ഥിരമായിട്ടുള്ള രാജ്യമാണ്, റിപ്പബ്ലിക് ആയതുകൊണ്ട് അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും, പിന്നെ പ്രസിഡന്റിയൽ ഭരണം വരും. അല്ല, അതൊക്കെ ശരിയാണെങ്കിൽ ഇവിടെ അല്ലെ ജനാധിപത്യം കുറച്ചും കൂടി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്കൊരു സേഫ്റ്റി വാൽവ് സംവിധാനമുണ്ട്. 5 കൊല്ലം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവനെ പിടിച്ച് പുറത്താക്കാല, ജനങ്ങൾക്ക് അധികാരമുള്ളതിൻ്റെ പേര്. ആ ഒരു സംവിധാനം ഇല്ല യഥാർത്ഥത്തിൽ നേപ്പാളിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അവിടെ ഇലക്ഷൻ ഇല്ല. അല്ല, ഈ ഇലക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരുതരം ഇലക്ഷനാണ്. അതിനൊന്നൊരു സംവിധാനം പാകിസ്ഥാനിലെ ഇലക്ഷൻ്റെ പോലെ. നമ്മളുടെ ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്കിപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന MLA MP അതല്ലെങ്കിൽ മന്ത്രിയൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത ഇലക്ഷനിൽ തോൽക്കുന്ന നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്. ചിലർ അതിനെ അതിജീവിച്ചൊക്കെ കയറുന്നുണ്ടാകാം. എങ്കിലും അവർക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരു സംവിധാനം നിലവിലുണ്ട്. ഈ സംവിധാനം നിലവിൽ നിൽക്കുമ്പോഴാണ് അത് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു സേഫ്റ്റി വാൽവ് എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്നത്. അവിടെ ഒന്നും അതില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് തന്നെയാണ്, ശ്രീലങ്കയിൽ കണ്ടത് അത് തന്നെയാണ് അല്ലേ, അതുപോലെ തന്നെ ട്യൂണീഷ്യയിൽ കണ്ടതും അതാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന ഈ ഇത്തരത്തിലുള്ള വലിയ ജനക്കൂട്ടങ്ങളുടെ പൊട്ടിത്തെറി എന്ന് പറയുന്നത് അവർക്ക് എതിരഭിപ്രായം പ്രകടമാക്കാനായിട്ടും ഭരണകൂടത്തെ മാറ്റാനായിട്ടുള്ള സൗകര്യങ്ങളില്ലാതെ വരുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഇവിടെ അത് ഉണ്ട് എന്ന് കരുതപ്പെടുകയും നീ വാട അടുത്ത ഇലക്ഷന് ഇതിനെ ശരിപ്പെടുത്താം എന്ന് പറഞ്ഞ ആളിങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു സാധ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. പക്ഷേ രാഷ്ട്രീയക്കാർ അതിനെയും മറികടക്കുന്നുണ്ട്. പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളും രഹസ്യ ഇടപാടുകളും ഗൂഢാലോചനകളും കള്ളത്തരങ്ങളും കാണിച്ച് അവന്മാരെ കിടക്കുന്നു. ഒരു രക്ഷയില്ലാതെ വരുമ്പോഴാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നവരെ ഇവന്മാരെ കത്തിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് പെട്ടെന്ന് സമാധാനത്തിലേക്ക് പോയത് അവർക്ക് അവരുടെ ഒരു ആംഗ്രി മൂഡ്, അവിടെ വഴിയിലിറങ്ങിയ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞാൽ
ആംഗ്രി ജനറേഷനാണ് ശരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഈ വോട്ട് ചോരി രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വിചാരിച്ചതുപോലെ സമാപന ചടങ്ങിൽ 1,00,000 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ബീഹാറിലെ മൈതാനത്തിൽ വെറും 10,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ മനം നൊന്ത് അദ്ദേഹം വെക്കേഷന് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് മലേഷ്യയിൽ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് ചോരി ജനങ്ങൾ ഏറ്റുപിടിക്കാത്തത് BJP സർക്കാരിൻ്റെ നയങ്ങളിൽ തൃപ്തരായതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ? അല്ല, ഇവിടുത്തെ സർക്കാരുകളുടെ പ്രത്യേകം ഇപ്പോൾ കേരളത്തിലെ സർക്കാരായാലും BJP സർക്കാരായി കഴിഞ്ഞാലും അവർ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഉള്ള സാഹചര്യം അതാണ്. അല്ലെങ്കിൽ എത്രയോ മുമ്പ് ആളുകൾ ഇവർ ഓടിച്ചാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ അത് തന്നെ മോദി ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും അവർ ജനവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ചെയ്യും. പക്ഷേ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബാലൻസിങ് സിസ്റ്റം യഥാർത്ഥത്തിൽ നമ്മളുടെ ഭരണകൂടങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള പോകാത്ത ജനങ്ങളെ ഭയക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്, ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം അവർക്കറിയാം. കാരണം അവർ തന്നെ അധികാരത്തിൽ വരുന്ന അങ്ങനെയാണ്. കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് BJP അധികാരത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതുപോലെ തന്നെ ജനങ്ങൾക്ക് അസ്വീകാര്യമായി തീർന്നാൽ അവരും പുറത്താകും എന്ന കാര്യം അവർക്കറിയാവുന്നതാണ്. കേരളത്തിലെ കാര്യം അത് തന്നെയാണ്. നേരത്തെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു 5 വർഷം ഭരിച്ചാൽ അടുത്ത 5 വർഷത്തേക്ക് പിടിച്ച് ഇറക്കുമായിരുന്നു. ആ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ പേരിൽ ഇവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. പക്ഷേ നേപ്പാൾ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ നേപ്പാൾ ഇനി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. കാരണം അവിടുത്തെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നു എന്ന് മാത്രമല്ല, അവർ കുറച്ചും കൂടി ലിബറലായിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കുന്ന ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അല്ല അവരുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുശീല, അത് അങ്ങനത്തെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ജനങ്ങൾ മുന്നേറും. 1990-കളിൽ അവിടെ ഉണ്ടായ ജനകീയ കലാപത്തിൽ അവർ പങ്കെടുത്താണ്. അവർ ജയിലിൽ അടക്കപ്പെട്ട ഒരു സ്ത്രീ കൂടിയാണ്. ഈ സാധ്യത, ഈ അനുഭവങ്ങൾ ഒക്കെ വെച്ച് വളരെ ജനകീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അവർ പാകപ്പെടുത്തിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കുറച്ച് മെച്ചപ്പെട്ട ബന്ധം തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് അതുപോലെ നേപ്പാളും തമ്മിൽ ഉണ്ടാവും. അത് നമ്മളുടെ പ്രതീക്ഷയും നമ്മളുടെ ആഗ്രഹവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.